ലത സുരുചിക്കൂട്ടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഓട്സും നേന്ത്രപ്പഴം ഉപയോഗിച്ചിട്ട് 2 റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. ആദ്യമായിട്ട് പാൻ കേക്ക് ആണ് ഉണ്ടാക്കുന്നത്. പാൻ കേക്കിനായിട്ട് ഞാൻ ഒരു നേന്ത്രപ്പഴം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ 1 കപ്പ് റോൾഡ് ഓട്സ്, പിന്നെ 1 ടേബിൾ സ്പൂൺ വെണ്ണ, 1/2 കപ്പ് മിൽക്ക്, ഒരു 1/2 ടീസ്പൂണ് സിന്നമൺ പൗഡറും 1 മുട്ട ആണ് ഉപയോഗിച്ചിട്ടത്. അതൊരു മിക്സിയുടെ ബൗളിലെടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതാ അരച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ അല്പം ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് ഒന്ന് ചെറുതായിട്ട് പരത്തിയാൽ മതി. എന്നിട്ട് അത് നമ്മൾ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലൊന്നും വെക്കേണ്ട, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോഴത് വെയിറ്റ് ചെയ്താൽ ഇതുപോലെ ഇങ്ങനെ ഹോളായിട്ട് കാണും. ആ സമയമാകുന്ന സമയത്ത് നമ്മളതിനെ മറിച്ചിട്ട് കൊടുക്കണം. ഇനി നമ്മൾ അത് ഒന്നും കൂടി അതിൻ്റെ മറ്റേ സൈഡും കൂടി ആയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റിയെടുക്കാം. ഇനി ഞാനിത് അടുത്തതും ഒഴിച്ചു കൊടുത്ത് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതൊന്ന് കുറച്ച് നേരം വെയിറ്റ് ചെയ്താൽ അത് കണ്ട ഇതുപോലെ ഇങ്ങനെ ഹോളായിട്ട് വരും. അപ്പോൾ അതിനെ മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഓട്സൊക്കെ ആയതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പാൻ കേക്കാണ്. മറ്റ് കുട്ടികളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്നതാണ്. പക്ഷേ അത് നമ്മളെപ്പോഴും മൈദ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പം കുട്ടികൾക്കും ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ നമുക്ക് ഹെൽത്തി പാൻ കേക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാം. ഒന്നുകൂടി ഞാൻ അതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ട ഒഴിച്ചിട്ട് നമ്മൾ ശരിക്ക് എപ്പോഴാണോ മറിച്ചിടുക എന്നുള്ളത് ഇതുപോലെ ഇങ്ങനെ ആവുന്ന സമയത്ത് മറിച്ചിടാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇവിടെ നമ്മൾ പാൻ കേക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ പാൻ കേക്കിൻ്റെ മുകളിൽ കുറച്ച് തേനും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തേനോ നിങ്ങൾക്ക് എന്താ അതിൽ കൂടെ കഴിക്കാൻ ഇഷ്ടമെന്ന് വെച്ചാൽ അത് ഒഴിച്ചിട്ട് കഴിക്കാവുന്നതാണ്. ഇനി അടുത്തത് ഞാൻ വേറെ നേന്ത്രപ്പഴം ഓട്സും ഉപയോഗിച്ചിട്ട് വേറൊരു പലഹാരമാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 2 കപ്പ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. കാരണം നമ്മളിത് വേറെ വേവിക്കണമൊന്നുമില്ല. അപ്പോൾ കുറച്ച് നല്ലപോലെ സമയമെടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അത് ആകുമ്പോഴേക്ക് ഞാൻ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും കൂടി ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പൊടിച്ച് വയ്ക്കുകയാണ്. ഇപ്പോൾ അതിന് നല്ലൊരു സ്മെല്ലൊക്കെ വരും ആ വറുത്തതിൻ്റെ. അപ്പോൾ നമ്മളിത് കണ്ടോ, അപ്പോൾ കളറൊക്കെ മാറി. അപ്പം ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അത് 2-3 നേന്ത്രപ്പഴം നല്ലപോലെ പഴുത്തിരിക്കേണ്ടതെന്ന്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഓട്സ് കൊണ്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കാൻ തുടങ്ങിയത്. അപ്പോൾ അതിൽ 2 പഴം ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്തു. ഇനി നമുക്ക് ഒരു പാന് അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 1 ടീസ്പൂണ് നെയ്യാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഈ നെയ്യിൽ നമുക്ക് ആദ്യം തന്നെ ഈ നേന്ത്രപ്പഴം ഒന്ന് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ നേന്ത്രപ്പഴം അത് വഴറ്റി കഴിഞ്ഞ് അത് ആവാനായാൽ അത് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുക. നമ്മൾ ഈ ചട്ടകം കൊണ്ട് തന്നെ ഉടച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ ഉടഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് ഞാൻ 1 കപ്പ് നാളികേരം ചിരകിയതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഒന്ന് കുറച്ച് നേരം ഒന്ന് അത് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാൻ അതിലേക്ക് അല്പം 1 ടീസ്പൂണ് ഏലക്ക പൊടി, ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ്, അതും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഞാൻ അതിലേക്ക് അല്പം തേനും കൂടി ഒഴിച്ചിട്ടുണ്ട്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതായത് ഓട്സും നേന്ത്രപ്പഴവും അല്ലേ. അപ്പോൾ അതിലേക്ക് അല്പം തേനും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഓട്സ് വറുത്ത് വെച്ചത് നല്ലപോലെ തണുത്തതിന് ശേഷം
ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അതിന് മുമ്പ് തന്നെ ഞാൻ ബദാമും അണ്ടിപ്പരിപ്പും കൂടി പൊടിച്ചിട്ടുള്ളത് ഇതിലേക്ക് ചേർത്തു. ഇനി അവസാനമായിട്ടാണ് ഞാൻ ഓട്സ് പൊടിച്ച് വെച്ചിട്ടുള്ളത് ചേർക്കാൻ പോകുന്നത്. ഓട്സ് അത് നമ്മൾ വറുത്തത് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം അത് പൊടിച്ചെടുക്കാം. എന്നിട്ടത് കുറച്ചായിട്ട് നമ്മൾ ഈ പഴം ഇതിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാൻ വേണ്ടിയിട്ട് കുറച്ചിട്ടിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടിക്കുമ്പോൾ കുറച്ച് തരിയോടുകൂടി പൊടിച്ചാൽ മതി, ഇങ്ങനെ ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല. ഇനി അത് നമ്മൾക്ക് ഒന്ന് ഉരുട്ടിയെടുത്ത് ഒരു ലഡുവിൻ്റെ ഒക്കെ പാകത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി വെള്ളമായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് ഞാനൊരു 2 ടേബിൾ സ്പൂണ് ശർക്കര പൊടിയും അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അത് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്തതിൻ്റെ ശേഷം നമുക്ക് സിറപ്പ് നൂൽ പരുവൊന്നും ആവണ്ട, അത് ഒന്ന് നല്ലപോലെ ഒന്ന് ബോയിൽ ചെയ്താൽ മതി. എന്നിട്ട് നമ്മൾ ഈ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കാരണം നമുക്കതൊന്ന് കൂട്ടിക്കുഴച്ച് ഒരു രൂപത്തിലാക്കണമെങ്കിൽ, ഒരു ഉരുട്ടി വെക്കുള്ള പാകത്തിലാക്കണമെങ്കിൽ നമുക്ക് ഈ ശർക്കര പാനീയം കൂടി അതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അത് തണുത്ത് കഴിഞ്ഞ സമയത്ത് അത് നല്ല പോലെ ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ ഇതാ ഏകദേശം അത് ഇതിൻ്റെ ഉരുട്ടാനുള്ള പാകത്തിലായിട്ടുണ്ട്. ഇനി അത് ഇതുപോലെ ഒന്ന് കുഴച്ച് ഇതാക്കിയെടുക്കുക. ഇനി കുറച്ച് ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുന്തിരിയും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് മുന്തിരി കടിക്കുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കുമല്ലോ, പക്ഷേ ആ മുന്തിരി വെള്ള മുന്തിരി ഇട്ടിട്ട് ഇതിൽ കാണുന്നൊന്നുമില്ല. അപ്പം ഞാൻ കുറച്ച് കറുത്ത മുന്തിരി എടുത്തിട്ടുണ്ട്. ലഡു പോലെ ഉരുട്ടിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ലഡുവിലൊക്കെ കാണില്ലേ മുന്തിരി, അതുപോലെ ഒന്ന് വെക്കാൻ വേണ്ടി ഞാൻ കറുത്ത മുന്തിരിയും കൂടി ഉപയോഗിക്കുന്നുണ്ട് ഇതിൽ. നമുക്ക് അത് ഓരോ ഉരുളകളായിട്ട് ഉരുട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് കയ്യിൽ അല്പം നെയ്യൊന്ന് തടവി കൊടുക്കാം. അപ്പം കയ്യിൽ നെയ്യ് ഇതാക്കിയാൽ നമുക്കത് ഉരുട്ടിയെടുത്ത് നല്ല ഉരുളകളാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമായിരിക്കും. അപ്പോൾ ഇതുപോലെ ഉരുട്ടി വയ്ക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഓരോന്നിലും ഓരോ മുന്തിരി കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഉരുട്ടിയിട്ട് അത് ഓരോന്നും എല്ലാം കൂടി ഉരുട്ടി കഴിഞ്ഞു. ഇപ്പോൾ ഞാനിതാ ഓരോന്നിലും മുന്തിരിയാക്കി. ഇപ്പോൾ കണ്ടോ, നല്ല ഏകദേശം ലഡു പോലെ ഉണ്ട്. പക്ഷെ ഇത് വല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.